കാര്യമാണ്. നിങ്ങൾക്ക് നല്ല ഫാഷൻ സെൻസുള്ള ആൾക്കാരാണോ? ക്രിയേറ്റീവായിട്ട് ഡ്രസ്സസ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണോ? അതുപോലെ തന്നെ കറൻ്റ് ആയിട്ടുള്ള ഫാഷൻ ട്രെൻഡ്സുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മേഖലയും കൂടിയാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്. പക്ഷേ പലർക്കും പേടിയാണ് ഈ ഒരു മേഖലയിൽ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കരിയർ എങ്ങനെയാണ്, ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കുമോ, ജോലി കിട്ടാതെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ അടിപൊളിയായിട്ടൊരു ഫാഷൻ ഡിസൈനറായി വരണം എന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് അങ്ങ് ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പം ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് എന്ത് പഠിച്ചാലാണ് എനിക്ക് ഫാഷൻ ഡിസൈനർ ആവാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പ്ലസ് ടുവിൽ അല്ലേ, ആദ്യം 10th കഴിഞ്ഞ് നമുക്ക് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഏത് സ്ട്രീം എടുത്താലും അല്ലേ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖല നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് പോയി ചേരാൻ പറ്റും. പക്ഷെ വെറുതെ നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫാഷൻ ഡിസൈനിങ് അല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് വേണം, മതിയായ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ നമുക്ക് നല്ലപോലെ ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രീസിൽ, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്ഷൻസ് ഉള്ള ഒരു ഫീൽഡ് കൂടിയാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഈ കോഴ്സിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു അടിപൊളി കോളേജിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിറങ്ങണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എൻട്രൻസ് എക്സാംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലർക്കും അറിയില്ല, നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രൻസ് എക്സാമുകളുണ്ട് അല്ലേ. ഇപ്പോൾ നീറ്റ് എക്സാം, കാറ്റ് എക്സാം എന്നൊക്കെ പറയുന്ന പോലെ ഫാഷൻ ഡിസൈനിങ് അല്ലേ, ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് നമുക്ക് അടിപൊളി കോളേജിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാംസ് എഴുതണം. അപ്പോൾ ഏതാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എൻട്രൻസ് എക്സാംസ്? നിഫ്റ്റ് ആൻഡ് NID എന്ന് പറയും. അപ്പോൾ നിഫ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത് പറയാൻ നിഫ്റ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. അപ്പോൾ നിഫ്റ്റിന് അല്ലെങ്കിൽ നിഫ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു 16ഓളം കോളേജുകൾ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം അവിടേക്ക് ആ കോളേജസുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ നിഫ്റ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതും. അപ്പോൾ എന്താണ് നിഫ്റ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഉള്ളതാണ് NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. ആ കോളേജും അല്ലേ, അവരും എന്ത് നടത്തുന്നുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിലേക്ക് അല്ലേ, നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ആണിത്. ഇനി എന്താണ് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഗ്രി കോഴ്സുകൾ അല്ലേ, UG, PG, ഡോക്ടറേറ്റ് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഏതാണ് ഇവിടുത്തെ UG അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സസുകൾ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ഓഫ് എന്താണ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെയാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ബെസ്റ്റ് ആണല്ലേ, നമ്മൾ ഫാഷൻ ഡിസൈനിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് കോളേജിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിഗ്രി കരസ്ഥമാക്കണം. അപ്പോൾ നമ്മുടെ നിഫ്റ്റിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ നിഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന UG കോഴ്സസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ് നമുക്കറിയാം, ആകെ നമുക്ക് ഫാഷൻ ഡിസൈനിങ് മാത്രമാണോ ഈ ഫാഷൻ ടെക്നോളജി ഫീൽഡിലുള്ളത്? അല്ല, ഒരിക്കലും അല്ല. ഒരുപാട് വ്യത്യസ്ത തരം കോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ്, ആദ്യം വരുന്നതാണ് AD, ദാറ്റ് ഈസ് ആക്സസറി ഡിസൈൻ. ദെൻ FT
FT, that is fashion technology, leather design, fashion design, textile design എന്ന് പറഞ്ഞിട്ടുള്ള വിവിധ തരം ഡിഗ്രി കോഴ്സുകൾ നമുക്ക് നിഫ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ PG കോഴ്സസ് ഉണ്ട്. പിന്നെ വേറൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ്, ദാറ്റ് ഇസ് FTech എന്ന് പറയുന്നത്. FTech ഇസ് ഫാഷൻ ടെക്നോളജിയാണ്. ഓക്കെ, ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജിനെയാണ് നമ്മൾ FTech എന്ന് പറയുക. അപ്പോൾ FTech എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സയൻസ് ഫീൽഡ്, നമ്മുടെ +2 സയൻസ് ആയാൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ FTech എന്ന് പറയുന്ന കോഴ്സ്, നമ്മുടെ FTech എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ് +2 നമ്മൾ സയൻസ് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്, ദാറ്റ് ഈസ് NIFT എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മുടെ നിഫ്റ്റിലേക്കുള്ള അഡ്മിഷൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ സമയത്താണ് നമുക്ക് അപ്ലിക്കേഷൻസ് വിളിക്കാറ്. ആൻഡ് ഇതിൻ്റെ എക്സാംസ് ജാനുവരി 2nd വീക്കാണ് സാധാരണയായിട്ട് നമ്മുടെ നിഫ്റ്റിലേക്കുള്ള എക്സാംസ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ എടുക്കാനുള്ള എന്താണ് ഏജ് നമുക്ക് ഉണ്ടാവില്ല, ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് ഏജ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 23 ഇയേഴ്സ് ആണ്. ഓക്കെ, 23 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റിൻ്റെ എൻട്രൻസ് എക്സാം 2 പേപ്പേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്, ദാറ്റ് ഈസ് CAT ആൻഡ് JAT. എന്താണ് CAT? CAT ഈസ് CAT, ദാറ്റ് ഈസ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. നമ്മൾ ഡിസൈനിങ്, നമ്മുടെ ഡ്രോയിങ് അല്ലേ, നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് വരയ്ക്കാൻ അറിയണം അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഡ്രോയിങ് സ്കിൽസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് അവർ ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. അതിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇത് രണ്ടും നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റൗണ്ട് കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നിഫ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ആയിട്ടുള്ള നിഫ്റ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, അഡ്മിഷൻ കിട്ടുകയായി. അത് കഴിഞ്ഞ് 4 വർഷമാണ് നമ്മളുടെ UG കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് അടിപൊളിയായിട്ട് വളർത്താനും അടിപൊളി എക്സ്പോഷർ, നമുക്ക് നിഫ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാഷൻ ഡിസൈനിങ് കോളേജാണെന്ന് പറയാതെ തന്നെ നമുക്കറിയില്ല. അപ്പം നല്ല പോലെ നമുക്ക് എന്താണ് എക്സ്പോഷർ കൂടെ കിട്ടാൻ, നമുക്ക് നല്ല പോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നിഫ്റ്റ് അല്ലാതെ വേറൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, സ്വപ്നം കാണരുത്. ഓക്കെ, നമ്മളുടെ സാധാരണയായിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് കോളേജിൽ തന്നെ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നല്ല പോലെ എന്താണ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിഫ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ മാസ്റ്റേഴ്സൊക്കെ പുറത്തൊക്കെ പോയി, നമ്മുടെ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി മാസ്റ്റേഴ്സ് ചെയ്ത് വളരെ പ്രശസ്തരായിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സ്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമുക്ക് എന്താണ് ഭയങ്കര കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലേ. അപ്പോൾ നമുക്ക് അത്രയും കഴിവുണ്ട്, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നതാണ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ആദ്യം വേണ്ട ഒരു സാധനം ഹൈലി നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം അല്ലേ. നമുക്ക് ആരും കോപ്പി അടിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഫാഷൻ ഡിസൈനിങ് ഒരു ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേറാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ആ ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാഷൻ ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെരി 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 എന്തായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അടിപൊളിയായിട്ടിരിക്കണം. അതുപോലെ തന്നെ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് കൂടിയാണ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ നല്ല പോലെ നമുക്ക് അടിപൊളി ഒരു കരിയർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഫാഷൻ ഡിസൈൻ. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് നല്ല പോലെ എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് അടിപൊളി ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.